ക്രോം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. നമ്മളെന്തിനാണ് ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്നത്? വെബ്സൈറ്റുകൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മളറിയാതെ തന്നെ നമ്മൾ സന്ദർശിക്കുന്ന ഓരോ വെബ്സൈറ്റും നമ്മുടെ പെർമിഷൻ എടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കുന്ന പെർമിഷൻ എങ്ങനെ ഓഫ് ചെയ്യാമെന്നും വെബ്സൈറ്റ് ആണെങ്കിൽ അതിൻ്റെ പെർമിഷൻ എങ്ങനെ ഓട്ടോമാറ്റിക്കലി ഓഫ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ മിസ് കയറി ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ അടുത്ത ഇതേപോലെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് വെബ്സൈറ്റുകൾ ഗൂഗിളിലും ഗൂഗിൾ ക്രോമിലും സന്ദർശിക്കാറുണ്ട്. ഈ നമ്മൾ സന്ദർശിക്കുന്ന വെബ്സൈറ്റുകളെല്ലാം നമ്മളെ പെർമിഷൻ എടുക്കാറുണ്ട്. നിങ്ങൾ പലർക്ക് ഇതറിയായിരിക്കും, ചിലർക്ക് അറിയാത്ത കാര്യമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സന്ദർശിക്കുന്ന വെബ്സൈറ്റിൻ്റെ പെർമിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ റിമൂവ് ചെയ്യാമെന്നും നമ്മൾ സന്ദർശിക്കാത്ത വെബ്സൈറ്റിൻ്റെ പെർമിഷനും എങ്ങനെ റിമൂവ് ആക്കാമെന്നും ഉള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിനായിട്ട് ഗൂഗിൾ ക്രോമിലൊരു ചെറിയ ഒരു സെറ്റിങ്സ് ചെയ്ത് വെച്ചാൽ മതി. അത് ഏത് സെറ്റിങ്സ് നോക്കാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക, 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക, ശേഷം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. കുറച്ച് താഴോട്ടേക്ക് പോവുക. താഴോട്ടേക്കല്ല, ആദ്യം സൈറ്റ് സെറ്റിങ്സിൽ പോയിട്ട് നേരെ താഴോട്ട് പോവുക. ഒരെണ്ണം നടത്തരുത്. എന്നിട്ട് ഓട്ടോമാറ്റിക്കലി റിമൂവ് പ്രോഗ്രാംസ് എന്ന ലാസ്റ്റ് ഓപ്ഷൻ കാണും. അതാണ് ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻ. ഈ ഓപ്ഷൻ ഓഫ് ആണെങ്കിൽ നിങ്ങളിത് നിർബന്ധമായിട്ടും ഓൺ ചെയ്ത് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ സന്ദർശിക്കുന്ന വെബ്സൈറ്റുകളെ പെർമിഷൻ ഈ ഓപ്ഷൻ ഓൺ ചെയ്യണതോടെ റിമൂവ് ചെയ്യാനും സാധിക്കും. കൂടെ നമ്മൾ ഇതുവരെ സന്ദർശിക്കാത്ത വെബ്സൈറ്റുകളിലെ പെർമിഷൻ റിമൂവ് ചെയ്യാനും ഈ ഓപ്ഷൻ സാധിക്കും. ഇത് നിങ്ങളെ ഫോണിൽ ഓഫ് ആണെങ്കിൽ ഇതൊന്ന് നിർബന്ധമായിട്ട് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ പറയുന്നതല്ല, ഗൂഗിൾ പറയുന്നതാണ്. അത് അവിടെ താഴെ അതിൻ്റെ വിശദമായ ഡീറ്റെയിൽസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കൊരു അറിവായിക്കോട്ടെ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാ തന്നെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാവുന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോസുകൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോസ് നാളെ കാണാം. അതുവരെയും ഗുഡ് ബൈ.